ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മിൽക്കാസ് ദം കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വൈനായിട്ടാണ്. നമ്മൾ ക്രിസ്മസ് ഒക്കെ ആവാറായല്ലോ. അപ്പം നമുക്ക് ഇന്ന് നന്നായിട്ട് നല്ല അടിപൊളി, നല്ല സ്മെല്ലും നല്ല അടിപൊളി കളറൊക്കെ ഉള്ള, നല്ല അടിപൊളി ടേസ്റ്റുള്ള, അത്യാവശ്യം മധുരമൊക്കെ ഉള്ള നല്ല ഒരു വൈൻ, നമുക്ക് മുന്തിരി വൈൻ നമുക്ക് കെട്ടിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് കെട്ടിയെടുക്കണേന്ന് നോക്കാം. നമുക്ക് 21 ദിവസം നമ്മൾ ഇതുപോലെ ചെയ്തെടുത്ത ഒരു വൈനാണ് കാണിക്കുന്നത്. അപ്പോൾ അടിപൊളി വൈനാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈൻ്റെ അതേ ഒരുപാട് വീഡിയോ ഒന്നുമില്ല, എന്നാലും നമുക്ക് അത്യാവശ്യം നമുക്ക് കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വൈനാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതിനെന്ന് കണ്ടിട്ട് വരാം. ആദ്യമേ തന്നെ ഞാൻ 3 കിലോ മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ജ്യൂസ് അടിക്കുന്ന മുന്തിരിയാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. കുരുവൊക്കെ ഉള്ള നല്ല 3 കിലോ മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിൽ ഇത് കണ്ടില്ലേ, നമ്മൾ നിറയെ പൂപ്പലും അതേപോലെ അതിൻ്റെ കെമിക്കൽസൊക്കെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് നമുക്ക് വാഷ് ചെയ്തെടുക്കണം, നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പം ഞാൻ അതിന് വേണ്ടി കുറച്ച് വെള്ളം ഞാൻ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വിനാഗിരി 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് 2-2.5 ടേബിൾ സ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. കല്ലുപ്പ് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഓരോ മുന്തിരിയും അടർത്തി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളെല്ലാം ഇതുപോലെ കണ്ടില്ലേ, എല്ലാം നന്നായിട്ട് അടർത്തിയിട്ടിട്ടുണ്ട്. 1 മണിക്കൂർ 2 മണിക്കൂറെങ്കിലും നമ്മളിതുപോലെ വെള്ളത്തിൽ ഇട്ടിരിക്കുക. ഇനി 2 ബീട്രൂട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉപയോഗം എന്താണെന്ന് നമുക്ക് വഴിയേ കാണാം കേട്ടോ. അപ്പം നമ്മൾ മുന്തിരി നന്നായിട്ട് കഴുകി വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ഒരു ടേബിളിൽ നമ്മളൊരു വെള്ള തുണി വിരിച്ചിട്ട് അതിലേക്ക് നിരത്തി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. നന്നായിട്ട് ഫാനൊക്കെ ഇട്ടിട്ട്, വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല, അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി നമ്മൾ നിരത്തി ഇങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണക്കിയെടുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി നമ്മൾ അതിൽ ചീത്തയുണ്ടായിരുന്നു, അതുപോലെ തണ്ടൊക്കെ എടുത്തതെല്ലാം കളഞ്ഞപ്പോൾ ഒരു 3 കിലോയിലുള്ള മുന്തിരി 2.5 കിലോ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പം 2.5 കിലോ ഉള്ള മുന്തിരി കൊണ്ടാണ് നമ്മളിനി വൈൻ കെട്ടാൻ പോകുന്നത്. ഇനി ഇതിനായിട്ട് ഞാനൊരു നല്ല പ്ലാസ്റ്റിക്കിൻ്റെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നന്നായിട്ട് കഴുകി ഉണക്കിയ മുന്തിരി, നമ്മളുടെ കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ. അതൊക്കെ വൃത്തിയായിട്ട് കഴുകിയിട്ട് ഉണക്കി, വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാണ്ട് ഉണക്കിയെടുത്തതാണ്. കുറച്ച് മുന്തിരി നമുക്ക് അതിൽ നിന്ന് വാരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് പഞ്ചസാര, ഇത്ര അളവൊന്നുമില്ല, കുറച്ച് പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് മരത്തിൻ്റെ ഒരു തടി കഷ്ണമാണ് കേട്ടോ, അല്ലെങ്കിൽ മരത്തിൻ്റെ കയ്യിലോ മരത്തിൻ്റെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. അതും വൃത്തിയായിട്ട് എടുത്തിട്ട് വരാം നമുക്ക്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കുക അല്ലെങ്കിൽ കുത്തി കൊടുക്കുക എന്നും നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അത് കുറച്ച് നേരം അങ്ങനെ ചെയ്തിട്ട് നമുക്കത് മാറ്റി കൊടുത്തിട്ട് കുറച്ചും കൂടി മുന്തിരി നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ലെയറായിട്ട് നമുക്ക് ഇത് ഇട്ടിട്ട് വരാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2.5 കിലോ മുന്തിരിയാണ് നമ്മൾ ഇതിന് വേണ്ടി എടുത്തേക്കുന്നത്. അതേ അളവിൽ മുന്തിരി എടുത്തേക്കുന്ന അതേ അളവിൽ തന്നെ നമുക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. 2.5 കിലോന് കൂടുതൽ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ 2.5 കിലോന് കുറവ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം പഞ്ചസാരയുടെ അളവ് കൂടിപ്പോകാൻ പാടില്ല. പഞ്ചസാരയുടെ അളവ് ഒന്നില്ലെങ്കിൽ ഒരേ ലെവലിൽ, അല്ലെങ്കിൽ അതിൽ കുറവ്. ചിലവർക്ക് മധുരം ആവശ്യമായിരിക്കും. അപ്പോൾ മധുരം ആവശ്യമാണെങ്കിൽ അതേ അളവിൽ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഓരോ ലെയറായിട്ട് കുത്തി കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് കൈയൊക്കെ കഴുകി വാഷ് ചെയ്തിട്ട് ഉണങ്ങി നന്നായിട്ട് തുടച്ചിട്ട് വേണം നമുക്ക് കൈയും കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് പീച്ചി കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് 2 കിലോ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി 1/2 കിലോ പഞ്ചസാരയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ടായിരുന്നു. 1/2 കിലോ പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് പട്ട, ഇഞ്ചി 2 കഷ്ണം കേട്ടോ, അതുപോലെ പട്ടയാണെങ്കിൽ 3-4 കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. ഒരു 8-9 ഏലക്കായ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഗ്രാമ്പ് ഒരു 10-15 ഗ്രാമ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം 2.5 കിലോ
മുന്തിരിക്ക് വേണ്ടിയാണ് കേട്ടോ. ഇനി അവസാനം നമുക്ക് ചേർക്കുന്നത് നമ്മൾ ബീട്രൂട്ട് എടുത്ത് വെച്ചില്ലേ, ബീട്രൂട്ട് ഇതുപോലെ 5-8 കഷ്ണങ്ങളാക്കി നമ്മൾ മുറിച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല. നന്നായിട്ടൊന്ന് മുറിച്ചിട്ട് ആ ഉണങ്ങിയ പടിയേനെ നമ്മളത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലൊരു തടിക്കഷ്ണം കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ ബീട്രൂട്ട് ഇട്ട് കൊടുക്കുന്നത് കളറ് കിട്ടാൻ വേണ്ടിയാണ്. നമുക്ക് മുന്തിരി വൈന് നല്ല കളറ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരുപാട് കളറ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ 2 ബീട്രൂട്ട് ഇടാവുന്നതാണ് കേട്ടോ. ഞാനൊരു ബീട്രൂട്ടാണ് ഇതുപോലെ അരിഞ്ഞ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അവസാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈസ്റ്റാണ് കേട്ടോ. ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിലവർ കിഴി കെട്ടി നമ്മളുടെ ഗോതമ്പോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നുറുക്ക് ഗോതമ്പൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ഞാൻ ഇവിടെ ഗോതമ്പ് ഇട്ട് കൊടുക്കുന്നില്ല. അതിന് പകരമായിട്ടാണ് ഞാൻ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് തിളപ്പിച്ചാറിയ വെള്ളം, നന്നായിട്ട് തിളപ്പിച്ചാറിയ വെള്ളം ആ മുന്തിരി ഒന്ന് നമുക്ക് മുന്തിരിയുടെ ആ ലെവൽ അതൊന്ന് താന്ന് കിടക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അതേ ലെവലിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് ഇത്ര അളവിൽ വെള്ളം എന്നൊന്നും ഇല്ല. നമുക്ക് അതൊന്ന് മുങ്ങിക്കിടക്കണ വരെ നമുക്കൊന്ന് തിളപ്പിച്ചിട്ട് ആറിയ വെള്ളമേ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് കെട്ടിക്കൊടുക്കാം. ഇതുപോലെ ഒരു തുണിയിട്ടിട്ട്, കോട്ടൺ തുണിയിട്ടിട്ട് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. നമ്മൾ എന്നും ഇളക്കുന്ന അതേ തടിക്കഷ്ണം തന്നെയാണ് കേട്ടോ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്നിട്ട് നമ്മൾ ഇത് മൂടി വെച്ച് നമുക്ക് 21 ദിവസം ഇതുപോലെ ഏത് നേരത്താണ് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത്, രാത്രി 8 മണിയൊക്കെ ആയപ്പോഴാണ് വെച്ചിരിക്കുന്നത്. അതേ ദിവസം എല്ലാ ദിവസവും രാത്രി ആവുമ്പോൾ നമ്മളിതൊന്ന് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ആ തടിക്കഷ്ണം കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം 21 ദിവസവും നമ്മൾ ഇതുപോലെ ചെയ്തെടുത്ത് നല്ല കളറാട്ടോ. പിറ്റേ ദിവസം തന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളകി നമുക്ക് ആ കളറൊക്കെ ഒന്ന് നന്നായിട്ട് ഇളകി. എന്നാലും നമുക്ക് ഇരിക്കും തോറും നിറമൊക്കെ കുറേയൊക്കെ കുറഞ്ഞ് വരും. എന്നാലും ആ കളറ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ബീട്രൂട്ട് ഇട്ടിരിക്കുന്നത്. ഇതുപോലെ 21 ദിവസം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തതാണ്. ഇനി നമ്മൾ 21 ദിവസത്തിന് ശേഷം നമ്മൾ ഇതൊന്ന് തുറന്ന് നോക്കാം. 21 ദിവസമായിട്ടോ. 21 ദിവസത്തിന് ശേഷം നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സ്റ്റീലിൻ്റെ നന്നായിട്ട് കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയേക്കണതാണ്. അപ്പം അതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. നമ്മളുടെ എല്ലാ ദിവസവും ഇളക്കി എടുത്ത നമ്മുടെ വൈൻ എങ്ങനെ ഇരിക്കണമെന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല മണമുണ്ട് വരുന്നത്. നല്ല മണം, അത് വൈൻ്റെ നല്ല മണം വരുന്നുണ്ട്. അപ്പം നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കും തോറും മണത്തിൻ്റെ ആ സ്മെല്ല് ആ റൂമിൽ മൊത്തം നിറഞ്ഞായിരുന്നു. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നന്നായിട്ട് അരിച്ചെടുക്കാൻ വേണ്ടി ഞാൻ നല്ല വെള്ള മുണ്ട് 2ആയിട്ട് മടക്കിയിട്ടാണ് കേട്ടോ ഞാൻ വിട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നല്ല വെള്ള നൈസായിട്ടുള്ള തോർത്തോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാൻ മുണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ മേലെ ഞാനൊരു അരിപ്പ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം അരിപ്പയിൽ ആദ്യം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ അടിയിലോട്ട് ഊറി വരാനായിട്ട് നമുക്ക് മുണ്ടിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യമേ അരിപ്പയിലോട്ടാണ് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടില്ലേ ഇത്രയും ഇതുപോലെ നമുക്ക് അരിച്ചെടുക്കാം. മൊത്തത്തിലെല്ലാം നമുക്കിതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ട് വരാം. അരിച്ചെടുത്തിട്ട് നമുക്ക് ആ പോണിയിൽ ഒരു അരഭാഗത്തോളം വൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ഒന്ന് കുപ്പിയിലാക്കാം. എത്ര കുപ്പിയിലൊക്കെ കിട്ടുമെന്ന് നമുക്ക് നോക്കാമല്ലോ.
കുപ്പിയിലാണല്ലോ നമ്മൾ ശേഖരിച്ച് സൂക്ഷിച്ചൊക്കെ വയ്ക്കുന്നത്. അപ്പം ഒന്നില്ലെങ്കിൽ ചില്ലിൻ്റെ കുപ്പി, പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയൊക്കെ ഉപയോഗിക്കാം. ഞാൻ ചില്ലിൻ്റെ കുപ്പിയിലാണ് ഉപയോഗിക്കുന്നത്. 1 ലിറ്ററിൻ്റെ കുപ്പിയാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനത്തെ 4 ലിറ്റർ കുപ്പി എനിക്ക് വൈൻ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല കളർ നോക്കിയേ. അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മധുരത്തിന് ഒട്ടും കുറവില്ല, നല്ല മധുരമുണ്ട്. അതുപോലെ തന്നെ അതിരിക്കും തോറും മധുരം കുറയുകയും ചെയ്യും. നല്ല സ്മെല്ലുമാണ്, നല്ല വീര്യം കൂടുകയും ചെയ്യും. അതേപോലെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് കഴിക്കാനൊക്കെ പറ്റും. നല്ല രുചിയുള്ള അടിപൊളി മുന്തിരി വൈൻ ഇവിടെ റെഡിയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെയും ബൈ.